മരുമക്കളൊക്കെ ഒന്ന് കൈവക്ക്. ഈ കുടുംബത്തിലേക്ക് കെട്ടിച്ച് ഇങ്ങോട്ടേക്ക് പറിച്ച് നടപ്പെട്ട മരുമക്കളൊക്കെ കൈവക്ക്. മരുമക്കൾ വിഭാഗം കൈവക്ക്. യെസ്, ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല മരുമോള് ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വാ. ധൈര്യമുണ്ടോ? ഞാൻ വന്ന ശേഷമാണ് ആ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൂടുതലുണ്ടായത്. അതുകൊണ്ട് ഞാനാണ് ഈ കുടുംബത്തിൽ ഏറ്റവും നല്ല മരുമോളെന്ന് അവകാശപ്പെടാൻ കപ്പാസിറ്റി ഉള്ള ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വാ. ആ ധൈര്യം ഉണ്ടോ? വരുമോ? ആ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നോ? ഒന്ന് എന്തറിയോ, നമ്മൾക്ക് തന്നെ നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾക്ക് തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഞാൻ വാല്യൂ ഉള്ള ആളാണോ അല്ലേ, സ്വഭാവമുള്ള ആളാണോ അല്ലേ, ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു തീരുമാനമാവണം. ആദ്യം അതൊന്ന് സെറ്റാവണം. ഞാനായിരിക്കണം ഈ കുടുംബത്തിൽ ഏറ്റവും നല്ല മരുമകളെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തരും കുടുംബത്തിലേക്ക് വന്നത്, ആണല്ലോ. അവിടെയുള്ള ചില സാഹചര്യങ്ങളെ കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മാനേജ് ചെയ്ത് ഓരോരുത്തരെയും ഹാപ്പിയാക്കി മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. ആ കൈ നീട്ടൂ, മടക്കൂ, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത സ്വന്തം. ആരും നിങ്ങൾക്ക് അപ്രിസിയേഷൻ തരുന്നില്ലെങ്കിൽ, ആരും നല്ല വാക്കുകളെ കൊണ്ട് നിങ്ങൾ മൂടുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഈ സൂപ്പറാടി നിങ്ങൾ പറഞ്ഞാൽ മതി. ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്താൽ മതി. ഈ കുടുംബത്തിലേക്ക് വന്ന കുറേ അളിയന്മാരുണ്ടാവും. കാരണം ആ വിവാഹത്തോടു കൂടിയാണല്ലോ ഈ ഒരു ബന്ധങ്ങൾ കൂടിക്കൂടി വന്നത്. കുറേ അളിയന്മാർ കാണും. അവരും ഈ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുത്ത് അവർക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഈ പരമ്പരയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ. എല്ലാവരെയും എൻ്റെ സ്നേഹവും ബഹുമാനവും ആദരവും ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കുടുംബം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ എവിടെയൊക്കെ പോയാലും അവസാനം തിരിച്ചു വരാനുള്ള സ്ഥലമാണ് കുടുംബം. സാമൂഹ്യ പ്രവർത്തന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഫുൾ ടൈം പുറത്താണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കണം. തിരക്കില്ലാത്ത ഹസ്ബൻഡുമാരാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഒരു പണിയില്ല, മൂപ്പർ ഫുൾ ടൈം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ആ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ഹസ്ബൻഡുമാരോ അളിയന്മാരൊക്കെ നിങ്ങളെ വീട്ടിൽ തന്നെ ഇല്ലായിരുന്നോ? എന്തൊരു ശല്യമായിരുന്നു, സത്യമല്ലേ? അവിടെ ഇങ്ങനെ ഇരിക്കുക, എങ്ങോട്ടും പോവുകയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചായ ഉണ്ടാക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞാൽ, ചായ ഫ്ലാസ്കിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് ചായപ്പൊടി ഗ്ലാസ്സിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയ കുറച്ച് പഞ്ചസാരയുടെ ചായ ആയിരുന്നു പലവണ്ണം പറഞ്ഞില്ലേ. പക്ഷെ ചെയ്തോ? ഇല്ല. അത് നിങ്ങളോടുള്ളൊരു സ്നേഹവും ഇത്തിരി ചീത്തയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പാവങ്ങൾ വന്ന് ചായ ചോദിക്കുന്നത്. അത് നിങ്ങളെടുത്ത് ചീത്ത എന്ന് പറയുന്നത് അത് രസമാണ്. ചായ കിട്ടണമെങ്കിൽ വെറും 10 രൂപ കൊടുത്താൽ പുറത്തു പോയാൽ ചായ കിട്ടും. പക്ഷെ നിങ്ങളെ ചീത്ത അവിടെ കിട്ടുമോ? ഇല്ല. നിങ്ങളെ ചീത്തയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളോട് തന്നെ ചായ ചോദിക്കുന്നത്. അതൊരു ബന്ധത്തിൻ്റെ ഭാഗമാണ്. കോവിഡ് കാലത്ത് നമ്മൾക്ക് എനർജി കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെയും കാണുന്നില്ല. വീട്ടിലുള്ള കുട്ടികളെയും അമ്മായിയമ്മയെയും അമ്മയെയും അച്ഛനെയും മാത്രം കണ്ട നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് ഭയങ്കര എനർജി ആയി കിട്ടും അല്ലേ? ഇന്ന് കുറേ ആളുകളെ കണ്ടില്ലേ? കുറേ കാലത്തിന് ശേഷം കാണണമെന്ന് ആഗ്രഹിച്ച അമ്മായിനെ കണ്ടില്ലേ? ആ മൂത്തമ്മനെ കണ്ടില്ലേ? വയനാട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ആ വയനാട്ടിലുള്ള താത്തനെന്ന് കണ്ടില്ലേ? ആ കണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ച സമയത്ത്, ഒന്ന് ടച്ച് ചെയ്ത സമയത്ത്, കൈയൊന്ന് പിടിച്ച സമയത്ത് ഒരു സുഖം ഉണ്ടായില്ലേ, ഒരു സന്തോഷം ഉണ്ടായില്ലേ? അത് തന്നെയാണ് ഈ കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ എനർജി. അപ്പോൾ ഒരു ചോദ്യം കേട്ടോ, നിങ്ങളൊക്കെ മഫ്തയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് നല്ല ഇസ്ലാമിക ബോധമുള്ളവരാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, 4 കാര്യത്തിന് വേണ്ടിയാണ് വിവാഹം ചെയ്യുന്നത്. ആ 4 കാര്യം അറിയാവുന്നവർ ഒരാൾ മുന്നോട്ട് വന്ന് ഇവിടെ നിന്ന് പറയും. ആര് പറയും? 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സാധാരണയായി വിവാഹം ചെയ്യുന്നത് എന്ന് ഇസ്ലാമിലൊരു ഹദീസുണ്ട്. എല്ലാ നിക്കാഹിൻ്റെ സദസ്സുകളിലും അത് വായിക്കാറുണ്ട്, പറയാറുണ്ട് ഇല്ലേ? ആ 4 കാര്യം അറിയാവുന്നവരൊന്ന് മുന്നോട്ട് വാ. ആർക്കാ ധൈര്യമുള്ളത്? അതാണായാലും പെണ്ണാലും ഒക്കെ കയറി വരാം. നിങ്ങളെ ബന്ധുക്കളെ മുന്നിൽ തന്നെയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് മുന്നോട്ട് വരാം എന്നിട്ട് പറയാം. 4 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിന്? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് ഈ 4 കാര്യത്തിന് വേണ്ടിയാണ്. സാധാരണ അങ്ങനെ വിവാഹം ചെയ്യാറുണ്ട്. 1,
ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഹസ്ബൻഡിന് ഈ പറയുന്ന സംഗതി ഭംഗി കിട്ടിയിട്ടുണ്ടാവുമോ? എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക? അങ്ങനെയാണോ മൂപ്പര് വേറെ ആരോ കെട്ടേണ്ടി അല്ലേനോ? ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. നമ്പർ 2, ഒന്ന് സ്വത്തിന് വേണ്ടിയിട്ടാണ്. കല്യാണം കഴിച്ചാൽ അത്യാവശ്യം അല്ലേ കിട്ടും, അതിന് വേണ്ടിയിട്ടാണോ ഇയാൾ എന്നെ കെട്ടിയിട്ടുണ്ടാകുക? നമ്പർ 2. ആ 4 കാര്യം ഒന്ന് പറയോ? വിവാഹം കഴിക്കുന്നത് എന്തിനാന്നുള്ളത് ശ്രദ്ധിച്ചില്ല. ശരി, അടുത്തത് അദ്ദേഹത്തെ കണ്ടൊരു മതബോധമുള്ള ആളാന്ന് തോന്നുന്നുണ്ടല്ലേ അല്ലേ? എന്തോ ഉമരിയോ എന്തോ ആണോ, ഉദവിയാണോ? ഒന്നുമില്ല. ശരി, അടുത്ത 2 കാര്യം, ഒന്ന് തറവാടിത്തത്തിന് വേണ്ടിയിട്ടാണ്. തറവാടിൽ നിന്ന് കല്യാണം കഴിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചത് തറവാടിത്തം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമോ? ആലോചിച്ച് നോക്കുക, അത് കിട്ടിയിട്ടുണ്ടാവുമോ? 4-മത്തൊരു സംഗതി ഉണ്ട്, അതാണ് ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിയതോടുകൂടി മൂപ്പരുടെ ദീന് കുറഞ്ഞതാണോ കൂടിയതാണോ? എൻ്റെ സ്വഭാവം കൂടുതൽ നന്നാക്കുന്നതിനും ഞാൻ സാധാരണ തഹജ്ജുദ് മാത്രം നിസ്കരിക്കുന്ന, വെറുതെ പറയട്ടോ, നിസ്കരിക്കുന്ന ആളാണെങ്കിൽ എന്നെക്കൊണ്ട് ളുഹാ കൂടി നിസ്കരിച്ചിട്ട് മാത്രം പോയാൽ മതി ജോലിക്ക് എന്ന് പറയാൻ പറ്റുന്ന പെണ്ണിനെയാണോ നിങ്ങൾ ഹസ്ബൻഡ് കല്യാണം കഴിച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ 4 കാര്യത്തിൽ ഏതൊക്കെ കാര്യത്തിൽ എന്നെ അദ്ദേഹം വിവാഹം ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും എന്ന ഒരു ചിന്ത ചിന്തിക്കുക. എന്നിട്ട് അതിൽ തറവാടിനി മാറ്റാൻ പറ്റുമോ? പറ്റൂല. സ്വത്ത് ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ആയി, 38 വയസ്സ്. നമ്പർ 2 ചെയ്യാൻ പറ്റൂല. സൗന്ദര്യം ആകെ മാറ്റം വരുത്താൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ദീനാണ്. ഇനിയും കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റുന്നതും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതും ദീൻ പരമായ കാര്യങ്ങളിൽ മാത്രമാണ്. അതാണെങ്കിലോ നന്നായി സമാധാനം ലഭിക്കുന്ന കാര്യമാണ്. സമാധാനം കിട്ടും. സമാധാനം വേണ്ടേ? വേണോ? സമാധാനം ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. ഞാനിപ്പോൾ ജീവിക്കുന്ന സമാധാനത്തിലാണ്. എങ്ങനെയാണ് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സമാധാനം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഡിഫിനിഷനാണ് പ്രശ്നം. സമാധാനത്തിന് നമ്മൾ എന്താ ഡെഫിനിഷൻ കൊടുക്കുക? സമാധാനം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ നിന്നും ആരോ ജോലി ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മേശമേൽ കൊണ്ടുവന്ന് തരുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാൻ ആരോ ഒന്ന്, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകാനൊക്കെ മെഷീന്, ഉച്ചയ്ക്ക് ഭക്ഷണം ആരോ ഉണ്ടാക്കി തരുന്നു. ഞാൻ എൻ്റെ AC റൂമിൽ ഇങ്ങനെ വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ പപ്സും ചായയും ആരോ കൊണ്ടുവന്ന് തരുന്നു. രാത്രിയാവുന്ന സമയത്ത് ഹസ്ബൻഡിന് ആവശ്യമുള്ള ചപ്പാത്തി അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിത്തരാൻ വേറൊരാൾ. ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെങ്കിൽ സമാധാനമായി. ഹോസ്പിറ്റൽ കേസേ ഉണ്ടാവരുത്, ഹോസ്പിറ്റലിൽ കേസ് പോരുത്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഊട്ടിയാത്ര, അതൊക്കെയാണോ സമാധാനം? ആണോ? അല്ല. മുല്ലാ നസ്രുദ്ദീൻ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് സുഖം, എന്താണ് സമാധാനം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു ആൻസർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിന് ഷൂ ഏകദേശം 8 ഇഞ്ചാണ് അദ്ദേഹത്തിന് വേണ്ടത്. ആ 8 ഇഞ്ച് ഷൂ വേണമെന്നുണ്ടെങ്കിലും അദ്ദേഹം സ്ഥിരമായിട്ട് വാങ്ങുന്നത് 6 ഇഞ്ചിൻ്റെ ഷൂ ആണ്. കാല് ഞെരുങ്ങിയിട്ട് പെയിൻ എടുത്തിട്ടാണ് കിലോമീറ്ററുകളോളം അദ്ദേഹം സഞ്ചരിക്കുന്നത്. സഞ്ചരിച്ച് കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ ഷൂ ഒന്ന് അഴിക്കുന്ന സമയത്ത് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് സുഖം. കൊതുകിങ്ങനെ കടിക്കുന്ന സ്ഥലത്ത് ഒന്ന് മാന്തുന്ന സമയത്ത് കിട്ടുന്ന അനുഭവത്തിൻ്റെ പേരാണ് സുഖം. അല്ലാതെ കൊതുകുമില്ല, എല്ലാം കംഫർട്ട്. ലോകത്ത് വേദന എന്നൊരു സാധനമില്ല, പ്രയാസങ്ങളില്ല. അതല്ല, പ്രയാസങ്ങളിൽ നിന്ന് ചെറിയൊരാശ്വാസം എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സുഖവും സന്തോഷവും, അതാണ് ജീവിതം. മരിക്കാൻ തയ്യാറാവുക എന്നതാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മരിക്കാൻ പേടിയില്ല, എനിക്കിത് കൈവെക്ക്. മരിക്കാൻ പേടിയാ? പേടിയുണ്ടോ? പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ ഒരു ദിവസം എന്തായാലും മരിക്കും ഇല്ലേ? ഇങ്ങനെ ബോഡി കൊണ്ടുവന്ന് കിടത്തും ഒരു ദിവസം ഇല്ലേ?
ഇല്ലേ? അത് നമ്മളിങ്ങനെ മരിച്ചവരെ പറ്റി കേൾക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 38. എൻ്റെ വയസ്സാണല്ലോ ദൈവമേ. എന്തായാലും അസുഖം? ഒരു അസുഖം ഇല്ലായിരുന്നു. അത് കേട്ട് ടെൻഷൻ അടിക്കുന്നവരാ നമ്മൾ. ഇനി അവർക്കെന്തോ അസുഖം ഉണ്ട് എന്ന് കേട്ടാൽ സമാധാനം ആവും. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഓരോരുത്തരും മരിക്കുമ്പോഴും അങ്ങനെ. ഞാൻ പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ് പറയാം. മരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് പിണക്കങ്ങൾ ഉണ്ടാവരുത്. ഈ കുടുംബത്തിൽ തന്നെ തമ്മിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് ആ പിണക്കം മാറ്റാനുള്ള ശ്രമം നടത്തിയേക്കണം. വീട്ടുന്നേ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കൂല പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ കുടുംബം എന്നുള്ളതല്ല കേട്ടോ. ഓളെ കൈകൊണ്ട് ഉണ്ടാക്കി ഞാൻ കഴിക്കൂല. വേറെ ആര് ബിരിയാണി ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും. സൂറൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി പാകം അങ്ങനെ ഉള്ളിലിങ്ങനെ കത്തുകയാണ്. ഏതുവരെ എന്നറിയോ? അൺടിൽ ഡെത്ത്, മരണം വരെ ഉണ്ടാവും. ആ മരിക്കുന്ന അന്ന് ഈ പറയുന്ന ആളും അവിടെ വരും, ഈ പിണങ്ങിയ ആളും അവിടെ വരും, അവിടെ ഇങ്ങനെ നിൽക്കും. അല്ലേ സംഭവിക്കുക? അതുവരെ ചെല്ലൂല. മരിച്ചാൽ ആ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ നമ്മളൊക്കെ പോവും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ തന്നെ പറയും, ഹൗ എന്തൊരു ഐശ്വര്യം ആ മുഖത്ത്, എന്താന്നറിയോ, ആ ചിരിക്കും പോലെ തോന്നുന്നു. അത്രയും കാലം നമ്മളാരും മുഖത്തേക്ക് നോക്കലില്ലല്ലോ. ഒരു കാര്യം ചെയ്യോ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, മുട്ടുംകാല് വേദന, കൈകാല് കടച്ചൽ, മരവിപ്പ്, സന്ധിവേദന ഒന്നും ഇല്ലാത്തവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ കണ്ണിലേക്കൊന്ന് നോക്കിക്ക്. ധൈര്യമുണ്ടോ? തൊട്ടപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, അല്ലാതിരിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണിലേക്കൊന്ന് നോക്കൂല. തമ്മിൽ തമ്മിൽ കണ്ണിലേക്ക് ഒരു 20 സെക്കൻഡ് സമയം നോക്കി നിന്നാൽ മതി. ഒരു 20 സെക്കൻഡ്. നിങ്ങളിന്ന് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതും അതാണ്. നമ്മളറിയാത്ത കുറേ പുതിയ ബന്ധങ്ങളൊക്കെ കാണും. അവരൊക്കെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. ഒരു 10 സെക്കൻഡ് കണ്ണിലേക്ക് നോക്കി നിൽക്കുക. ഇന്നു മുതൽ ഈ കുടുംബസംഗമത്തിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കണ്ണിലേക്ക് നോക്കി നിൽക്കുക. തമ്മിൽ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. ഒരു 20 സെക്കൻഡ് സമയം. എല്ലാ ബന്ധുക്കളും തമ്മിൽ കണ്ണിലേക്ക് നോക്കുക. മരിക്കാൻ കാത്തു നിൽക്കേണ്ട മുഖത്തേക്ക് നോക്കാൻ, ആ മുഖത്തുള്ള പാടുകളൊക്കെ ഒന്ന് നോക്കി നിൽക്കുക. 40 50 വർഷമാവുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടായ മാറ്റങ്ങളൊന്ന് കാണുക. 40 50 വർഷമാവാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. നമ്പർ 1, പിണക്കങ്ങൾ അവസാനിപ്പിക്കുക. നമ്പർ 2, സാമ്പത്തിക ഇടപാടുകൾ. അതാണ് എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. കടം വാങ്ങാത്തവരോ കൊടുക്കാത്തവരോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തിന് കടം വാങ്ങുന്നെന്നും എവിടെ നിന്നാണ് കടം വാങ്ങുന്നതെന്നും എന്ന് തിരിച്ചു കൊടുക്കുമെന്നും ഒരു ചിന്ത ഉണ്ടാവുക. കടം വാങ്ങുന്ന സമയത്ത് കടം വാങ്ങിക്കോളൂ, മിനിമം അത് എഴുതി വെക്കുകയെങ്കിലും വേണം. നമ്പർ 2 അതാണ്, എഴുതി വെക്കെങ്കിലും ചെയ്യാം. നമ്പർ 3, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ആളുകൾ എന്ത് പറയണമെന്ന് നമ്മൾ ഇപ്പോഴേ അങ്ങ് ആളുകൾക്ക് കൊടുത്തേക്കണം. ഒരിക്കലും വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറ്റൂല. പറ്റുമോ? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ മരിച്ചാൽ എല്ലാവരെ കൊണ്ടും ഒരഭിപ്രായം പറയും. എന്താ പറയാന്നറിയോ? നല്ല മനുഷ്യനായിരുന്നു. അതെല്ലാവരെ കൊണ്ടും പറയും. അതെല്ലാവർക്കും കിട്ടുന്നൊരു കോംപ്ലിമെൻ്റാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാക്കുകൾ പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ആളുകൾക്ക് പറയാൻ കിട്ടൂല.
നേരത്തെ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആളുണ്ടല്ലോ, ഫാമിലി തീരെ വരാത്ത ആളാണെങ്കിൽ തീരെ വരൂല. അതാണ് സൈക്കോളജി തേർഡ് പ്ലേസ് എന്ന് പറയുന്നൊരു സാധനം. മൂന്നാമിടത്തിൽ എന്താണെന്നറിയോ? ഓരോരുത്തർക്കും സ്നേഹവും ബഹുമാനവും ആദരവും കിട്ടേണ്ടിടത്ത് നിന്ന് കിട്ടാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഒരു മൂന്നാമിടം തേടി പോകും. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അത് ഭർത്താവും ഭാര്യയും ഭാര്യയും ഭർത്താവും തമ്മിലായാലും കുട്ടികളായാലും ഹസ്ബൻഡും വൈഫായാലും ആരായാലും അതിനുള്ള അവസരം കൊടുക്കരുത്. കൊടുക്കേണ്ട ഇമോഷനും ഫീലിങ്സും ക്ലിയറാക്കി കൊടുത്തിട്ട് ഒരിത്തിരി പോലും അദ്ദേഹത്തിൽ ഒന്നും ബാക്കി കിടക്കുന്നില്ല എന്നുള്ള ഉറപ്പിക്കാൻ പറ്റണം. എൻ്റെ ഹസ്ബൻഡ് ഒരു മൂന്നാമിടം തേടി പോവില്ല എന്ന് 100% ഉറപ്പിക്കാൻ പറ്റണം. എൻ്റെ വൈഫ് ഞാൻ നാട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരിടം തേടി പോവൂല എന്ന് ഉറപ്പിക്കാൻ പറ്റണം. കാരണം കോടിക്കണക്കിന് മനുഷ്യൻ്റെ കൂട്ടത്തിൽ നിങ്ങളാകെ കെയർ ചെയ്യേണ്ടി വരുന്നത് 5 or 6 പേരെയാണ്. ആ 5 പേരെ പോലും നോക്കാനും പരിഗണിക്കാനും അവരുടെ ഇമോഷനുകൾ മനസ്സിലാക്കാനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നോർമലാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് തകരാറൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ മിനിമം എൻ്റെ ചുറ്റിലുള്ളവരെങ്കിലും എൻ്റെ പ്രസൻസ് കൊണ്ട് ഹാപ്പി ആയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഓരോരുത്തർക്കും ഉണ്ടാവണം. മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതാണ് മൂന്നാമത്തത്. ഇത് 3 കൊണ്ടും നാം മരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആടുജീവിതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പം നമ്മൾ കേൾക്കാൻ ആ സിനിമയെ ബന്ധപ്പെട്ടാണ് നമ്മൾ ആടുജീവിതം. അതിനു മുമ്പ് ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ ബുക്ക് വായിച്ചോടുന്ന കൈബുക്ക്, അത് തെറ്റല്ലല്ലോ. സിനിമൻ്റെ കാര്യത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. പക്ഷെ ബുക്ക് വായിക്കുന്നത് തെറ്റാണോ? അല്ല, അതൊരു അതിലുള്ള ക്യാരക്ടറിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞുപോയി. ഓക്കെ, നജീബിൻ്റെ ജീവിതങ്ങൾ കേട്ടോ? നജീബ് എവിടെയായിരുന്നു ജോലി? കാട്ട കമ്പനിയിലായിരുന്നു? ഡ്രൈവറായിരുന്നോ? എവിടെ? മരുഭൂമിയിൽ എന്തായിരുന്നു ജോലി? ബെന്യാമീൻ എന്ന് പറയും. നിങ്ങളൊന്ന് വായിക്കും, അത് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. സിനിമ കാണണമെന്ന് ഞാൻ പറയൂല. നിങ്ങളെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നൊരു കഥ ഉണ്ട്, ഒരു ബുക്ക്. ആ ബുക്ക് നിങ്ങളൊന്ന് വായിക്കുക, ഒരു നോവലാണ്. ഏകദേശം നമ്മുടെ പ്രവാസികളായ ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആളുകൾ സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ കാണും. ഞാൻ ഇടയ്ക്ക് UAE-യിലോട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ചില പ്രവാസികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത പ്രവാസികളാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് പ്രവാസികൾ ജോലിക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനും അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് പറ്റാഞ്ഞിട്ട്, എനിക്ക് വെള്ളപ്പാണെങ്കിൽ മക്കൾ പറയും എനിക്ക് പത്തിരി വേണം, പത്തിരി ആണെങ്കിൽ മക്കൾ പറയും എന്നും പത്തിരി അവിടെ അല്ലേ, എന്നിട്ട് പറയും എനിക്ക് വെള്ളപ്പം മതി, എനിക്ക് ദോശ മതി. എന്നിട്ട് ഈ പാവം ഉമ്മ പൈസ എടുത്തിട്ട് പുറത്തുള്ള ഷോപ്പിൽ പോയിട്ട് പൊറോട്ട വാങ്ങിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവനെ ഹാപ്പി ആക്കുക. ആ സമയത്ത് ഇയാളെ വിളിക്കും ഗൾഫിൽ നിന്ന്. ഇയാളെ വിളിച്ചിട്ട് ഇഞ്ഞ എവിടെ? ഒന്നുമില്ല, അവന് പത്തിരി പറ്റായിട്ട് ഞാൻ പൊറോട്ടക്ക് പോവാന്ന്. ആ സമയത്ത് ഒരു നിമിഷം അയാൾ അവിടുന്ന് ഒന്നും മിണ്ടൂല. എന്തുകൊണ്ടറിയോ? അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന കഥ നിങ്ങളോട് അവർ പറയൂല. അതാണ് പ്രവാസികൾ. ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡ്,
നിങ്ങളൊരു ഒരു പവനോ 2 പവനോ കൊടുത്താലും നിങ്ങൾ ഹസ്ബൻഡ് ഗൾഫിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഒരു തവണ UAE വെറുതെ രസാക്കാൻ വേണ്ടി പോകണമല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി 2 പവൻ കൊടുത്താലും വേണ്ടിയില്ല, ടിക്കറ്റ് എടുത്തിട്ട് പോകണം. അയാൾ കൊള്ളുന്ന ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ കൊണ്ട 42 ഡിഗ്രി ചൂട് അദ്ദേഹം വർഷങ്ങളായി അവിടെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ അപൂർവമായിട്ട് ഇറങ്ങുള്ളൂ, ഓടി ഞാൻ റൂമിൽ കയറും, അത്രയ്ക്ക് പൊള്ളുന്ന ചൂടാണ്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിലൊക്കെ ഞാൻ പോവാം, ആ സമയത്ത് അത്രയ്ക്ക് ചൂടാണ്. ഞാൻ പോകുന്നത് വെറും 1-2 ആഴ്ചയിലേക്കാണ്. ആ സമയത്ത് എൻ്റെ 3 മക്കളുണ്ട്. കണ്ടാ തോന്നുമോ? എന്നാ ആയിക്കോട്ടെ. 3 മക്കളുണ്ട്. ഈ 3 മക്കളെ കാണാതിരിക്കുമ്പോൾ, വെറും 2 ആഴ്ച കാണാതിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഈ പ്രവാസിയായ സുഹൃത്ത് അതിരാവിലെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി തൊട്ടിലിൽ കിടക്കുന്ന 2ഉം 1.5യും വയസ്സുള്ള കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റ് വീണ് ആ കുഞ്ഞു ഉണർന്നിട്ടുണ്ടാവും. ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് അറിയാതെയാണ് ഈ പ്രവാസി വിമാനത്തിൽ കയറി പോണത്. ഇന്നലൊരു പയ്യൻ പറയാ, ഗൾഫിൽ പോയ സ്റ്റോറി പറയുകയാണേ, ഇവിടെ അത്യാവശ്യം ഉമ്മ ബീഫൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ലത് മാത്രം വേവിച്ച് കൊടുക്കുന്നതാണ്. അവൻ ദുബായിലേക്ക് പോവാ, ദുബായിലേക്കാണല്ലോ പോണത്, ബ്രാൻഡഡ് ഷർട്ട് മാത്രം വാങ്ങിയത്. 4 ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, പാൻറ് എല്ലാം സെറ്റാക്കി അവൻ യാത്ര തുടരുകയാണ്. അവിടെ ചെന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ വണ്ടി വന്ന് അവനെ കയറ്റിക്കൊണ്ടു പോവുകയാണ്. കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ റൂമിലെത്തിയപ്പോൾ 5 തട്ടുള്ള കട്ടിൽ. ശരിയാണോ? കണ്ടിട്ടുണ്ടോ? ഒരു കട്ടിൽ ഒരു റൂമിലല്ലോ, 5 തട്ടുകളായിട്ട് കട്ടിലുകളുണ്ട്. എന്ത് ചെയ്യണം? ഓക്കെ അല്ലേ? സെറ്റല്ലേ? നിർത്തണമെങ്കിൽ പറയണം കേട്ടോ. 5 തട്ടുകളിലായിട്ട് കട്ടിലുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരാൺകുട്ടിയാണ് കരയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഭക്ഷണം കൊടുത്തു, ഭക്ഷണം കഴിച്ചു. സ്ഥിരമായിട്ട് അവൻ പ്ലേറ്റ് അവിടെ വെച്ച് പോരില്ല, അവിടെ വെച്ച് പോന്ന് വൈകുന്നേരം ഉറങ്ങുന്നിടത്തേക്ക് അവനൊരു ഒച്ച കേട്ടു. ആ പ്ലേറ്റ് ആരോന്ന് നിലത്ത് എറിയുന്ന സൗണ്ടാ. ഇത് ഒരു തെറി വാക്ക് ഉപയോഗിച്ചിട്ടാണ്, ഇത് ആരാണ് ഇങ്ങനെ പ്ലേറ്റ് ഇവിടെ കഴുകാണ്ട് പോയത്. അത് കേട്ടപ്പോൾ പിന്നെ അവൻ കരച്ചിലായി. കൃത്യം 4 മാസം എങ്ങനെയൊക്കെയോ അവനോട് ഒപ്പിച്ചിട്ടേ അവിടെ നിന്ന് തിരിച്ചു പോരുക. ഇപ്പം അവൻ പറയാ, ഇനി ഞാൻ യാത്ര ചെയ്യൂല. ഇപ്പം ഇവിടെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾ കരയാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കാണാതെയാണ് ഈ ആൺകുട്ടികൾ കരയുന്നത്. UAE-യിലും KSAയിലുമുള്ള എയർപോർട്ടുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കരച്ചിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അവർ കരഞ്ഞ കഥ അവർ നിങ്ങളോട് പറയാറില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ അവർ വിചാരിച്ച സ്പോൺസറുടെ വണ്ടിയും കാത്ത് അവരവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആ സ്റ്റോറി നിൻ്റെ ഹസ്ബൻഡ് നിന്നോട് പറയില്ല, നിൻ്റെ മക്കൾ നിന്നോട് പറയൂല. ആൺകുട്ടികൾ കരയാറുണ്ട്. 2 പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ പെൺകുട്ടിയെ 9 പേരുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചത്. പലർക്കും അനുഭവം ഉണ്ടാവും. 2 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. സെലിബ്രേഷനായിരുന്നു. 2 പെൺകുട്ടികൾ, അയാൾക്ക് നല്ല ജോലി. അവിടെ നിന്നാണ് 9 പേരുള്ള വീട്ടിലേക്ക്, മൂത്ത കുട്ടിയാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ചത്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ എല്ലാം പ്ലേറ്റിലിങ്ങ് ഇട്ട് കൊടുക്കുകയായിരുന്നു, പത്തിരിയൊക്കെ, ഇഷ്ടമുള്ളത്ര പത്തിരി. ആ പെൺകുട്ടി പറയാ, ഇപ്പോൾ കുറേ വർഷമായിട്ടോ, 10-25 വർഷമായി, ഒരു ദിവസം 70-ലധികം പത്തിരിയോളെ കൈകൊണ്ട് ചുടാറുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചുടാറുണ്ടാവില്ലേ? അന്ന് ഗ്യാസ് അടുപ്പില്ലാത്ത സമയത്ത് പത്തിരി പരുത്തിയിട്ട് 70-ലധികം ചുടും. പക്ഷേ
അതിങ്ങനെ പ്ലേറ്റിലേക്ക് വീഴുന്നതിൻ്റെ മുമ്പേ ചെക്കന്മാരടിച്ചോണ്ട് പോവും. അവസാനം അവില് കുഴച്ചത് കഴിച്ചിട്ടാണ് ഇന്നത്തെ പെൺകുട്ടിയാണെങ്കിൽ 70 ഞാൻ ചുട്ടതല്ലേ, ഒരു 5 ഇങ്ങോട്ട് മാറ്റിവെക്കൂ, ഒരു 5 എനിക്ക് കഴിക്കണ്ടേ അല്ലേ? പക്ഷെ അന്ന് പെൺകുട്ടികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആൺകുട്ടികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ രണ്ടും 2 തലത്തിലാണ് എന്ന് മാത്രം. 2 തലത്തിലാണ്. ഒരു കൂറ ചെന്നിട്ടിങ്ങനെ ഒരാളുടെ കൈമേൽ വീഴാണ് കൂറ. അപ്പോൾ അതുകൊണ്ട് ഒരു കൂറ. പക്ഷേ ഈ സാധനം പിന്നെ പോയിട്ട് അയാളെ കൈമേലേക്കാണ് ചെന്ന് വിടുന്നത്, ഹസ്ബൻഡിൻ്റെ. അയാൾ കഴിഞ്ഞു. ഒരേ പ്രശ്നത്തെ നമ്മൾ പലരും പല തരത്തിലാണ് കാണുന്നത്. ആടുജീവിതത്തിലെ നജീബ് ആത്മഹത്യ ചെയ്യാൻ 100 കണക്കിന് കാരണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? അയാൾ പറയാണ്, ഞാനൊരു മുസ്ലിമാണ്. നജീബ് ആലപ്പുഴക്കാരനാ. അയാൾ പറയാ, ഞാനൊരു മുസ്ലിമാണ്, ഞങ്ങൾക്ക് ആത്മഹത്യ പാടില്ല, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, എല്ലാ പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളാണ്, എല്ലാ അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളുമാണ് എന്നുള്ള തരത്തിലാണ് നജീബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ സംസാരം പോയത്. അതുകൊണ്ട് ആത്മഹത്യ എന്നൊരു വാക്കിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമ്മൾക്ക് അവകാശമില്ല. നീ വിശ്വസിക്കുന്നതിൽ ഏറ്റവും നന്നായി അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് പരിഹാരം. ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു വാക്കാണ്. പാവാട പാൻ്റാക്കാൻ വലിയ പണിയൊന്നുമില്ല. അതിങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ പാൻ്റായി മാറും. പക്ഷെ പാൻറ്റ് പാവാടയാക്കി മാറ്റാൻ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കുറച്ച് പണിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടത് പെൺകുട്ടികളാണ്. കുടുംബ സംഗമം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ കുറഞ്ഞ സമയത്ത് മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മളെ അടുത്ത് ഉണ്ടാവുന്നുള്ളൂ. അവരുടെ കൂട്ടുകളിൽ നിന്നും അവരുടെ വിവിധ സംഘടനകളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്ന വിവരങ്ങളാണ് അവരെ ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് എത്തിക്കുന്നത്. പെൺകുട്ടികൾ നിലപാട് വ്യക്തമാക്കണം. പ്രായപൂർത്തിയായ പെൺകുട്ടി മുടി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ സാധനം അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് എത്തേണ്ടതാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ മാത്രമല്ല, അത് ചെറിയ കാര്യമാണ്. ഇപ്പം മീറ്റപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, ഒരു ടീച്ചർ എന്നോട് പറയാണ്, ആ മോൻ എന്നോട് ചോദിക്കാതെ മീറ്റപ്പിന് പോയി. ഒരു ടീച്ചർ മോൻ പോയി വന്നേ ശേഷം പോയത് എന്തിനായിരുന്നു? മീറ്റപ്പിനായിരുന്നു എന്ന് പറഞ്ഞത്. വേറെ ടീച്ചർ പറയാ, എൻ്റെ മോൻ പിന്നെ മീറ്റപ്പിന് പോകാൻ ചോദിക്കൂല, കാരണം ഞാൻ വിടൂല എന്നറിയാം. എന്ന് വെച്ചാൽ നിൽക്കേണ്ടിടത്ത് നിൽക്കാൻ അറിയാവുന്ന അമ്മയാണ് ആ രണ്ടാമത്തെ ടീച്ചർ. നിലപാടുകൾ വ്യക്തമാക്കണം. നീ ടൂർ പോയിക്കോ, പക്ഷെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിയോട്ടെ. ഖദീജ ബീവി ബിസിനസ്സുകാരിയായിരുന്നല്ലോ അല്ലേ? ഖദീജ ബീവി ബിസിനസ് ചെയ്ത ആളാണ്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, പ്രശ്നമല്ല, പക്ഷെ ചെയ്യേണ്ട പോലെ ആവണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങുമ്പം തന്നെ കുറേ ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ബിസിനസ്സിന് പോകാത്തതല്ലേ. നീ കാശ്മീരിൽ നിൻ്റെ ടീമിനെയും കൊണ്ട് പെൺകുട്ടികൾ പോയിക്കോട്ടെ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ, ധൈര്യമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടിയുടെ കൂടെ, ഒരു മെഹറത്തിൻ്റെ കൂടെ വേണം പെൺകുട്ടികൾ പോകാനുള്ള പറയാനുള്ള കാരണം, there are some sort of possibilities to make problems. അതുകൊണ്ടാണ് അതിനെ ആ സെൻസിലെടുക്കാൻ പറ്റണം. ഫെമിനിസം എന്ന് പറഞ്ഞ് തുള്ളുന്നതിന് പകരം കാര്യങ്ങൾ റിയാലിറ്റിയോട് കൂടി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇത്തരം കാര്യങ്ങളിൽ
ആൺകുട്ടികളെക്കാൾ വീഴ്ത്താൻ മറ്റു സംഘടനകൾക്ക് താല്പര്യം പെൺകുട്ടികളെയാണ്. പെൺകുട്ടികളെ പെട്ടെന്ന് ഇത്തരം സംഗതികളിലേക്ക് വീഴ്ത്തിക്കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം. ശാന്തത ഏറ്റവും പ്രധാനമാണ്. ഒരു വീട്ടിലെ ശാന്തത ഇനി 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കട്ടോ, പോരെ? ഇപ്പം നിർത്തണോ? പത്ത് മിനിറ്റ് കൊണ്ട് നിർത്താം. അത് കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള സമയം. ഇപ്പോൾ ഭക്ഷണം കൊടുക്കില്ല കേട്ടോ, കൊടുക്കുന്നില്ല. കൃത്യം 1:30 ഞാൻ അവസാനിപ്പിക്കും. സെറ്റ്. ശാന്തത ഏറ്റവും പ്രധാനമാണ്. നിങ്ങളെ വീട്ടിലെ ശാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോന് ഒരു സംഗതി പറയുന്നത് ശാന്തമായിട്ട് പറയും, അത് ശാന്തമായിട്ട് കേൾക്കും. ഹസ്ബൻഡും ശാന്തമായിട്ട് പറയും. അങ്ങനെയുള്ളവരൊന്ന് കൈവക്ക് അല്ലേ? മക്കൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എന്തൊക്കെ കഥകളൊക്കെ പറയും. ശാന്തമായിട്ടാണ് പറയുക, എല്ലാം കേൾക്കും. എനിക്കിന്ന് ടർഫ് കളിക്കാൻ പോകണം. അതിന് പകരം ടർഫില മോനെ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ. ഞാൻ കഥ പറയാം. ഞാനൊരു വീട്ടിൽ പോയി. ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ബെല്ലടിച്ചു. ഇതുപോലുള്ളൊരു താത്വികനായ മനുഷ്യൻ. ഞാൻ കയറിയപ്പോൾ അയാൾ എന്നോട്, ആ ഷഫീഖ് ഇരിക്കൂ. എന്താ വിശേഷം? നന്നായിട്ട് പോണു, ഹാപ്പിയാണ്. ശരി. അയാളെ വൈഫിനെ അയാൾ വിളിക്കുക മോളേന്നാ. നിങ്ങൾ എത്ര പേരെ മോളേന്ന് വിളിക്കപ്പെടുന്നവരെന്ന് കൈവക്ക്? അതിൻ്റെ മുന്നിലൊന്നും ഇല്ലല്ലോ അല്ലേ? അത് തന്നെയല്ലേ മോളേന്നല്ലേ വിളിക്കാം. സെറ്റ്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. മോളേന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ, ഒരമ്മായിയമ്മ മരോളെ മോളേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വലിയ കാര്യമാണ്. പലരും സ്നേഹത്തിന് വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി ആത്മാർത്ഥത്തിനെയും കാത്തിരിക്കുകയാണ്. ആത്മാർത്ഥതയെ കാത്തിരിക്കണ്ട കേട്ടോ. ഇയാൾ മെല്ലെ എന്നെ സ്വീകരിച്ചു. അയാളെ വൈഫിനെ അയാൾ വിളിച്ചത് മെല്ലെ മോളെ ഇട്ട് വിളി. മോള് വന്നു. മോള് പറഞ്ഞ വൈഫ് വന്നു. കയറി. ആ ഷഫീഖ് ചായ തന്നു, പലഹാരം തന്നു. അപ്പോൾ അയാൾ ചായ, അല്ല എനിക്ക് ചായ വേണ്ട, ഞാൻ സുന്നത്ത് നോമ്പാണ്. ഇടയ്ക്കിടയ്ക്കൊരു സുന്നത്ത് നോമ്പൊക്കെ എടുക്കുന്നത് വീട്ടിലെ ശാന്തത കൂട്ടാൻ സഹായിക്കും. ആരെടുക്കണം? തിങ്കളും വ്യാഴമൊക്കെ അല്ലേ? തിങ്കളും വ്യാഴമൊക്കെ ഇടയ്ക്കൊരു സുന്നത്ത് നോമ്പൊന്ന് ഫിറ്റ് ചെയ്ത് നോക്ക്, മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. എടുക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എടുപ്പിക്കൊന്നും വേണ്ട. ഇടയ്ക്ക് ഓരോ സുന്നത്ത് നോമ്പ് എനർജി കൂട്ടും, ശാന്തത കൂട്ടും. അത് കഴിഞ്ഞ് മെല്ലെ എന്നെ പറഞ്ഞ് യാത്രയാക്കിട്ടോ. ഞാൻ വേറൊരു വീട്ടിൽ പോയി. എന്നെ കണ്ടപ്പോൾ തന്നെ അയാളെ വൈഫിനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാളെ വൈഫിനെ അയാൾ വിളിക്കുന്നത് ഏയ്ന്നാ. അങ്ങനെ വിളിക്കപ്പെടുന്നവരെന്ന് കൈവക്കും. നിങ്ങളെ ഏന്ന് വിളിക്കപ്പെടും. അങ്ങനെ നിങ്ങൾ വിളിക്കുന്നവർ ആരുമില്ല. അത് പോയില്ല, പണ്ടത്തെ വിളിയായിരുന്നു ഏന്ന് വിളി. അയാൾ വിളിച്ചത് ഞാനിങ്ങനെ എണ്ണി നോക്കിയപ്പോൾ 9 പ്രാവശ്യം അയാളുടെ സ്വന്തം കെട്ടിയ ഭാര്യയെ വിളിച്ചു. എന്താ വിളിച്ചത്? ഏത് വിളിച്ചു. പക്ഷേ ആരും വന്നില്ല. നേരത്തെ ഒരു തവണ വിളിച്ചപ്പോൾ വന്നെങ്കിൽ ഇത് 9 തവണ വിളിച്ചിട്ടും വന്നില്ല. അപ്പോൾ ഞാനവിടെ ഇരുന്നു. എന്നോടിങ്ങനെ ഓളെപ്പറ്റി കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുക. പിന്നെ ഓളച്ചേത്താൻ അങ്ങനെ പറഞ്ഞൊരു വേർഡാണ്, ആ ചേത്താൻ അങ്ങനെയാണ്, ഇത്ര വിളിച്ചാലും വരൂല, ഇങ്ങനെയാണ് സാധനം എന്നൊക്കെ പറഞ്ഞു. അപ്പണ്ട് മാക്സി നമ്മുടെ ദേശീയ വസ്ത്രം. മാക്സിമം സമയത്ത് വസ്ത്രം, ഈ മാക്സി എന്ന് പറയുന്നത് വീട്ടിലായാലും പുറത്തായാലും ധരിക്കരുത്. മാക്സി ധരിക്കരുത്. ഓക്കെ, മാക്സി എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഡ്രസ്സാണ്. നിങ്ങളെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ പോകുമ്പോൾ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും, ഹസ്ബൻഡിൻ്റെ മുന്നിൽ കേട്ടോ ഏറ്റവും നല്ല ഡ്രസ്സുകൾ ധരിക്കും. ഈ മാക്സി എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ട് ഈ ലേഡി ഇങ്ങനെ കുത്തിയിട്ടാണ് വന്നത്. 1.5 കുത്താ. അപ്പോൾ നിങ്ങളെന്തിനായി വിളിച്ചതെന്ന് വെച്ചാൽ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കയ്യിലൊരു കുടുവാളുണ്ട്. എന്തോ പണിൻ്റെ ഇടയിൽ വന്നതാണ്, എന്തോ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നെ കണ്ടപ്പോൾ ഇതൊക്കെ അയച്ചു.
കുടുവാളൊക്കെ മാറ്റി വെച്ചു. അപ്പം എന്നോട് പറയാ, വെറുതെ വിളിച്ചണ്ടിക്കേ, പുലി വരുന്നേ പുലി എന്നൊരു സ്റ്റോറി അറിയാലോ, അറിയൂലേ? അതന്നെ, വെറുതെ വിളിക്കുകയാണ്, ആവശ്യത്തിനൊന്നുമല്ല, വെറുതെ വിളിച്ചിട്ട് വിളിയുടെ വില കളഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനൊന്നുമല്ല, വെറുതെ വിളിച്ചിട്ട് വെറുതെ എന്ന് 10 പ്രാവശ്യമായിട്ട് വിളിക്കൂ. അപ്പോൾ ഈ ലേഡി വെറുതെ വിളിക്കായിരിക്കും എന്ന് വെച്ചിട്ടാണ് വരാത്തത്. നമ്മുടെ വീട്ടിലെ വിളികൾ വിലയുള്ള വിളികളാവട്ടെ. ശാന്തമായ വിളികളും ശാന്തമായ വിളി കേൾക്കലും നല്ലതാണ്. ആണുങ്ങളുടെ വാചകവും പെണ്ണുങ്ങളുടെ പാചകവും നന്നാവണം. ഓളിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഓളിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉള്ളി അരിയൽ ഒരു മാറ്റവും ഇല്ല. 1980 ഉമ്മൻ്റെ അടുത്തുനിന്ന് പഠിച്ച സ്റ്റൈലാണ് ഉള്ളി അരിയുന്നത്, ഇങ്ങനെയാണ്. അതിലൊരു മാറ്റവും ഇല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് യൂട്യൂബിൽ അത്തരത്തിലുള്ള റെസിപ്പികൾ കിട്ടും. ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെ ഹാപ്പിയാക്കാൻ പറ്റും. ഭക്ഷണം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സംസാരം നന്നാവേണ്ടത് ഞാനടക്കമുള്ള ആണുങ്ങളുടേതാണ്. പാചകം നന്നാവേണ്ടത് ലേഡീസിൻ്റെതാണ്. വൈകുന്നേരം ആൾ വരുന്ന സമയത്ത് നല്ല സ്വീകരണം കൊടുക്കുന്നവർ കൈപൊക്ക്, കൊടുക്കുന്നവർ കൈപൊക്ക്, നല്ല സ്വീകരണം. ഒന്ന്, ആ സ്വീകരണം കണ്ടാൽ തന്നെ പിന്നെയും പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നണം. ആർക്ക്? ഹസ്ബൻഡിന്. ഇയാൾക്കേ ചിലപ്പോൾ ഉണ്ടല്ലോ, വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് വന്നിട്ട് കയറി ഈ ലേഡി വന്നിട്ട് ഇങ്ങനെ, ഇയാൾ വരുമ്പോൾ ഇങ്ങനെ ഈ ഡോറ് തുറക്കൂല, അങ്ങനെ തുറന്നിട്ട് നിങ്ങളതിനു ഒരു പോക്കാ, അതൊരു ആക്ഷൻ. എന്നിട്ട് ഇയാളെ കയ്യിൽ കുറേ സാധനമൊക്കെ ഉണ്ടാവും. ഈ സാധനമായിട്ട് ഇയാളിങ്ങനെ, ഇതാരും വാങ്ങാനില്ലല്ലോ, ഓരോന്നോരോന്ന് അവിടെ വെച്ച് പിന്നെ ഇയാളിനെ എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെ നോക്കി നിൽക്കുന്നൊരു മോൻ്റെ ആടെ 4 വയസ്സ് 5 വയസ്സ്, അമ്മനെ നോക്കും, അച്ഛനെ നോക്കും. എന്നിട്ട് ഒരു മാർക്കിടും. ഇവർ നല്ലോണമല്ല എന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മക്കൾക്ക് പെട്ടെന്ന് നമ്മളെ വായിക്കും. അതുകൊണ്ട് ഇവരെ മുന്നിൽ ഇനി മുതൽ ശണ്ട ഉണ്ടാവരുത്. നിങ്ങളൊന്നാണെന്ന ഫീലിങ്, ദാമ്പത്യം നന്നായാൽ മാത്രമേ പാരൻറ്റിങ് നന്നാവുള്ളൂ. നിങ്ങളൊന്നാണെന്നുള്ളൊരു ഫീലിങ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റണം. പണ്ടത്തെ അടുപ്പേ, ഇപ്പോഴത്തെ അടുപ്പ് തന്നെ ഗ്യാസ് അടുപ്പാ, അത് ഊതിയാൽ കത്തുമോ? ഇല്ല. പണ്ടത്തെ അടുപ്പിൽ കനലുകളുണ്ടാവും. ആ കനലുകൾ വീണ്ടും വീണ്ടും ഊതിയാൽ അങ്ങനെ കത്തി ആളിപ്പടരും. അതുപോലെ ഒരു ആളിപ്പടർത്തലാണിത്. കനലുകൾ ഊതി ഊതി കത്തിച്ചതാണിത്. ഇന്നത്തെ കുടുംബസംഗമം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഉല, ബന്ധങ്ങളുടെ തീയാണ് കത്തിക്കുന്നത്. ഇനിയും ഈ ഒരു ബന്ധങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി. നിർത്തട്ടെ.